ഹൊറർ യോണറിൽ പുറത്തിറങ്ങിയ മലയാളത്തിൽ വലിയ വിജയമായി മാറിയ ചിത്രമായിരുന്നു ആകാശഗംഗ. വിനയൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മുകേഷ്, ദിവ്യ ഉണ്ണി, ഇന്നസെന്റ്, ജഗദീഷ് തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിൽ എത്തിയത്. സൂപ്പർ ഹിറ്റ് ചിത്രമായി മാറിയ ചിത്രത്തിൽ നിന്നും ആദ്യം നിർമ്മാതാവ് പിന്മാറിയെന്നും എന്നാൽ വിനയൻ സിനിമ ഏറ്റെടുത്തതെന്നും പറയുകയാണ് വിനയന്റെ മകനും നടനുമായ വിഷ്ണു വിനയ്. റെഡ് എഫ്എമ്മിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനുമുണ്ട് ലൊക്കേഷനിൽ. പക്ഷേ എനിക്കപ്പോൾ അറിയില്ലായിരുന്നു ഇതൊരു ഭയങ്കര സിനിമയായിരിക്കുമെന്ന്. എന്റെ സുഹൃത്തുക്കളൊക്കെ അന്ന് ചോദിച്ചത് കലാഭവൻ മണിയെ വെച്ചാണോ ഇപ്പോൾ സിനിമ ചെയ്യുന്നത് എന്നായിരുന്നു. ആകാശഗംഗ എന്ന സൂപ്പർ ഹിറ്റ് സിനിമ കഴിഞ്ഞിരിക്കുകയാണ്. അച്ഛൻ മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരിലേക്ക് പോകേണ്ട സമയമായി. അങ്ങനെയൊക്കെ അഭിപ്രായമുണ്ടായിരുന്നു. സത്യത്തിൽ ഞാനും കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷെ ആ സിനിമ ഇറങ്ങി വലിയ ഹിറ്റായി. അതുപോലെ തന്നെയായിരുന്നു ആകാശഗംഗ ഇറങ്ങുമ്പോഴും വേറൊരു നിർമ്മാതാവായിരുന്നു ആ സിനിമ ചെയ്യാനിരുന്നത്. പക്ഷേ ഒരു മേജർ നായകനില്ല എന്ന് പറഞ്ഞ് അവർ ആ സിനിമ ഉപേക്ഷിച്ചു. അങ്ങനെ അച്ഛൻ വീട് പണിയാൻ വെച്ച പൈസയും ലോണുമൊക്കെ എടുത്താണ് ആ ചിത്രം പൂർത്തിയാക്കുന്നത്. വലിയ റിസ്ക് ആയിരുന്നു അത്. അച്ഛൻ തന്നെ അവസാനം ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തു. അച്ഛന്റെ ടെൻഷൻ എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പോൾ എനിക്ക് ആലോചിക്കാൻ കഴിയും. പക്ഷെ ഞാൻ അതൊന്നും കണ്ടിട്ടില്ല. സാധാരണ ആ സമയത്തുള്ള ഒരു സിനിമയേക്കാൾ ചെലവ് ആകാശഗംഗയ്ക്ക് വന്നിരുന്നു. കാരണം കൂടുതലും രാത്രിയിലായിരുന്നു ഷൂട്ട്. പക്ഷെ 1999 അച്ഛന് ആ പടത്തിലൂടെ 1 കോടിയിലധികം പൈസ ലാഭം കിട്ടി.